ഇന്നിപ്പോൾ നല്ലൊരു സൺഡേ ആയിട്ട് പണി മൊത്തത്തിലൊന്ന് പാലും വെള്ളത്തിൽ കിട്ടിയിരിക്കട്ടാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ വൈഫിൻ്റെ കൈ മുറിഞ്ഞു. ഇതിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലേക്കാണ്. കൈ ഒന്ന് ഡ്രസ്സ് ചെയ്യണം. ഹോസ്പിറ്റലിൽ എത്തി നമ്മൾ നേരെ ചീട്ടെടുത്ത് കയറി കാഷ്വാലിറ്റി കേട്ടാ. കാരണം ഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നല്ല തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ വന്നിട്ട് ഏകദേശം 1.5 മണിക്കൂറായി. ഇതുവരെ ഡോക്ടറിനെ കാണാൻ പറ്റില്ല. ഡോക്ടറിനെ ഉണ്ടല്ലേ ഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയം കൊണ്ട് ഞാൻ അതേ പുറത്തേക്ക് വന്നതാട്ടോ. നമ്മുടെ കുടു വീട്ടിലാണേ. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ കുടുവിന് എന്തെങ്കിലും മേടിക്കണം. അമ്മേനെ വിളിച്ച് കാശ് ചോദിച്ചപ്പോൾ അമ്മ 1000 രൂപ തന്നു. നേരെ ATM ചെന്ന് അതെടുത്ത് വീണ്ടും ഹോസ്പിറ്റലിൻ്റെ ഈ ഗേറ്റിൽ കൂടെ നേരെ അങ്ങോട്ട് ഉള്ളിൽ കയറാം. കാരണം വൈഫ് ഔട്ട് ഇരിക്കുന്നുണ്ട്. ആൾ തിരക്കായതുകൊണ്ട് ഉള്ളിൽ കയറാണ്ട് പുറത്ത് വന്നിരിക്കുക. അപ്പം ഞാനും ചെന്നു. കുറച്ച് നേരം കുശലം പറഞ്ഞ് വർത്താനം പറഞ്ഞ് അങ്ങോട്ടിരുന്നു. റൂട്ടിൽ കൂടെ പോകുന്ന വണ്ടികളും അകത്ത് വന്നിരിക്കുന്ന ആൾക്കാരും എല്ലാവരും കണ്ട് മടുത്തപ്പോൾ ഞാൻ പുള്ളിക്കാരോട് ചോദിച്ചു, ഈ മുറിവ് വലുതാണോ എന്ന്. ആള് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. കണ്ടപ്പോൾ എനിക്ക് അത്ര വലിയ മുറിവായിട്ടൊന്നും തോന്നിയില്ല. അതുകൊണ്ട് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ബ്ലഡ് പുറത്തേക്ക് അടി. അങ്ങനെ നേരെ ഡോക്ടറെയും കണ്ട് ഡ്രസ്സിങ് റൂമിലേക്ക് വന്ന് കൈ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. ആളുടെ കയ്യിൽ അത്യാവശ്യം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കയ്യിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് ചാടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ ടൈമിൽ നല്ല പേടി വന്നിട്ടുണ്ടെങ്കിൽ ഇനി വല്ല വെയിൻ എന്തെങ്കിലും മുറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് പോകാമെന്ന് തോന്നുന്നു. ഒരു 5 മിനിറ്റ് വേദന നീറ്റിലൊക്കെ സഹിച്ച ആൾ പിടിച്ചിരുന്ന അവസാനം മരുന്ന് കയ്യിലേക്ക് വെച്ച് തുണി എടുത്ത് കെട്ടേണ്ടപ്പോൾ ആൾക്കൊരു ആശ്വാസമായി. മരുന്ന് വീണ് നീറില്ലല്ലോ എന്ന്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂട്ടാ. കാരണം തുടക്കക്കാരനാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മുടെ കുടുന്ന് 2 ജ്യൂസൊക്കെ മേടിച്ച് അവസാനം ആളുടെ കൈ നോക്കി. ഈ കോലയുടെ കൈ. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ പോവാം.